ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വന്നപ്പോഴേ ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്തും ഇവിടെ നല്ല തണുപ്പായിരുന്നു, തിരിച്ചു വന്നപ്പോഴും നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെ കരുതിയാണ് ഞാനൊരു സൂപ്പ് ട്രൈ ചെയ്തത് കേട്ടോ. ചിക്കൻ്റെ സൂപ്പാണ്. അപ്പോൾ അതാണ് അവരവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇവിടെ വടിയൊക്കെ പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ചെറിയ ആൾ ഭയങ്കര വാശിയാണ്. അവന് ആ ബൗളും വേണം സ്പൂണും വേണം, പക്ഷേ അവന് കഴിക്കേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സീന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം. അതിനു വേണ്ടി എല്ലുള്ള പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് അത്രയും ഞാൻ കാണിച്ചു തരാം. ഒരു 10 ചെറിയ പീസ് ഇതുപോലത്തെ ഒരു പീസുകൾ ഉണ്ട്. അതിൽ എല്ലുള്ളതും ഉണ്ട്, എല്ലില്ലാത്തതും ഉണ്ട്. എല്ലുള്ള പീസ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുക്കായി നല്ല നമുക്ക് ചിക്കൻ വിസിലടിച്ചതിന് ശേഷം ഉള്ള ആ വെള്ളത്തിൻ്റെ ആ സ്റ്റോക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ എല്ലിലെ ആ സത്തൊക്കെ വരുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു ഉള്ളി, പിന്നെ ഒരു 4-5 ഗാർലിക്ക്, അതുപോലെ തന്നെ 4-5 കരാമ്പു, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഒരു 4-5 വിസിൽ ഇത് അടുപ്പിക്കണം. നല്ല പോലെ ചിക്കൻ കുക്കാവണം. അപ്പോൾ അതുപോലെ തന്നെ ആ വെള്ളത്തിലേക്ക് ആ ചിക്കനിലെ എല്ലാ സത്തുകളും എല്ലിലുള്ളതും എല്ലാം നമുക്ക് ഇറങ്ങി വരണം. അപ്പോൾ അത് കാരണം ഇതൊരു 4-5 വിസിൽ ഞാൻ അടുപ്പിക്കും. അതുപോലെ ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതലായിട്ട് മുന്നിൽ നിൽക്കണം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇത് ഞാൻ വിസിലടിക്കാൻ വെക്കട്ടെ കേട്ടോ. എൻ്റെ ചിക്കൻ ഒരു 5 വിസിൽ ഞാൻ അടുപ്പിച്ചു. അതിന് ശേഷം അത് തുറന്നു അതിലെ വെള്ളം ഒരു അരിപ്പയിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലെ കഷ്ണങ്ങളൊന്നും വേണ്ട, വെറും ചിക്കൻ മാത്രം, എല്ലില്ലാതെ നമ്മൾ ഇറച്ചി മാത്രം അതിൽ പിച്ചിയെടുക്കണം. അപ്പോൾ അത്രയും നമുക്ക് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളം കൂടെ നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പിടി സ്വീറ്റ് കോൺ വേവിച്ചതും, ഒരു പിടി നമ്മുടെ ഗ്രീൻ പീസ് ഫ്രോസൺ ചെയ്തതും അതും ഞാൻ ഇട്ട് കൊടുത്തു ആ വെള്ളത്തിലേക്ക്. ഇപ്പോൾ സ്റ്റവ് ഓണാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് പച്ചക്കറികൾ, ഒരു 2-3 ഐറ്റം വെജിറ്റബിൾസ് മാത്രമേ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഒരുപാട് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. അത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്യാരറ്റും അതേപോലെ ഗ്രീൻ പീസും അതുപോലെ തന്നെ കോണുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പൈസി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വെട്ടി തിളയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരുപാട് നേരം തിളയ്ക്കണം. അപ്പോൾ ആ നേരം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പീസാക്കി എടുക്കാം. നല്ല പോലെ കുക്കായ ചിക്കനാണ്, അത് കാരണം എല്ലിൽ നിന്ന് ആ ഒരു ഇറച്ചിയൊക്കെ മാറ്റിയെടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ ഉടച്ചെടുക്കട്ടെ കേട്ടോ. പീസൊക്കെ ഉടച്ച് നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിലത്തെ എല്ലൊക്കെ കളഞ്ഞ് ഇറച്ചി മാത്രമാക്കി ഉടച്ച് എടുക്കട്ടെ.
അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞു. അപ്പോൾ അതാ നോക്കുമ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ചത് ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 5 ടേബിൾ സ്പൂൺ ഓട്സാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സൂപ്പിനൊരു കൊഴുപ്പ് വേണ്ടേ. നമുക്കറിയാം ഓട്സ് നല്ല കൊഴുപ്പുള്ള സാധനമാണ്. അപ്പോൾ അതാ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഓട്സ് 5 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സൂപ്പിന് ആ ഒരു കൊഴുപ്പിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒന്ന് നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കനും ഇട്ട് കൊടുക്കാം. സൂപ്പ് ഇതാ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ പിച്ചി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ വെട്ടി തിളപ്പിക്കണം. ഒരു 5-10 മിനിറ്റ് നമ്മളിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ആ ഒരു കൊഴുപ്പും ആ ഒരു ടെക്സ്ചറും കിട്ടുന്ന വരെ നമുക്ക് ഇത് തിളപ്പിക്കണം കേട്ടോ. അതോടെ നമ്മുടെ സൂപ്പിൻ്റെ പ്രൊസീജിയർ തീർന്നു. ഇത് ചൂടാറുമ്പോഴാണ് ഒന്നും കൂടെ കൊഴുപ്പായിട്ട് വരുന്നത്. ചൂടോടുള്ളപ്പോൾ നമുക്ക് അത്ര ഒരു കട്ടി തോന്നില്ല, പക്ഷേ വെള്ളം പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇതൊന്ന് ചൂടാറുമ്പോൾ നല്ലപോലെ തിക്കായി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതാ എൻ്റെ സൂപ്പ് നല്ലപോലെ വെട്ടി തിളച്ചാൽ റെഡിയാണ്. നമുക്ക് പിന്നെ സെർവ് ചെയ്യാം. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പൈസി കുറവാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആവശ്യത്തിനുള്ള എരിവായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വെട്ടി തിളച്ചു. ഞാനൊരു 5-10 മിനിറ്റ് ഞാനിത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കുക്കാവുകയും വേണം. അത് ആ നേരം കൊണ്ട് അത് കുക്കായി കിട്ടും. അപ്പോൾ ആ സൂപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് സെർവ് ചെയ്യാം. എൻ്റെ സൂപ്പ് ഇതാ ഇതുപോലെയാണ് ഉള്ളത്. ഇത് നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഇതൊരു കട്ടി തോന്നുന്നുണ്ട്. എനിക്ക് ഇത് ഇളക്കുന്ന സമയത്ത് കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ കൂടെ അത്ര കട്ടി എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇത് കട്ടി ഉണ്ട് കേട്ടോ. ഇതൊന്നും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ കുറുകി വരും. അപ്പോൾ ഇതാ എൻ്റെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റിൽ ഈ സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം പറയൂ.